വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് മുണ്ടക്കയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വഴി മുണ്ടക്കയത്തേക്ക് പോകുന്നൊരു ദേശീയപാതയാണിത്. ഒരു കൈ നീട്ടി അവിടുത്തെ ആളുകളെ സഹായിക്കാനായിട്ട് എത്തിച്ചേരുന്നത് ഞാനിപ്പോൾ ഉള്ളൊരു ജീപ്പിലാണ്. ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികളാണ്. അവിടെ ആർമി ഓഫീസേഴ്സിന് എടുക്കാനുള്ള പയ്യല്ലേ ഇത്. അപ്പോൾ രാവിലെ മുതലേ എല്ലാവരും തിരക്ക് തന്നെയാണ്. സ്റ്റുഡൻസ് ആയിക്കോട്ടെ എല്ലാവരും ഇതിൻ്റെ തിരക്കിലാണ്. നമ്മൾ കൂടെ 10-11 പേരുണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പം കളക്ടർ ഓഫീസിൽ അവിടെ 5 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ക്യാമ്പിലുണ്ട്. ഏത് കോളേജിൽ നിന്നാണ് വരുന്നത്? ഞങ്ങൾ നീലഗിരി കോളേജ്. 400 പേരായിട്ട് അവരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രൂപ്പിലൊരു മെസ്സേജ് കണ്ടിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ഒന്നും എത്തിയിട്ടില്ല, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നോ. അങ്ങനെ ഇറങ്ങിയത് നമ്മൾ. ദിവസങ്ങളിലൊക്കെ നിങ്ങൾ തുടരുമോ? ഉറപ്പായിട്ടും നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ റെഡിയാണ്. ഇപ്പോൾ നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ വരും ഇവിടുത്തേക്ക്. എല്ലാവരും റെഡിയാണ്, എല്ലാത്തിനും എല്ലാവരും ഓക്കെയാണ്. മുണ്ടക്കയം പോയായിരുന്നോ? മുണ്ടക്കയം ഇന്നലെ നമ്മളിന്ന് പോയി, രാവിലെ പോയി നോക്കി. അപ്പോൾ എന്താ പറയുക, നമ്മൾ കാരണം വേറെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോകുന്നു. കാരണം അവിടെ രക്ഷാപ്രവർത്തന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ക്യാമ്പിലേക്ക് തിരിച്ച് ഈ മേപ്പാടി ടൗണിലാണ് ക്യാമ്പുകളെല്ലാം വരുന്നത്. ഗവൺമെൻറ് സ്കൂൾ. നിങ്ങളുടെ ഒരു എന്താണ് കണ്ട കാഴ്ച എന്തായിരുന്നു? എല്ലാവരും കുടുംബക്കാരും ആരും ഇല്ല, സാധനങ്ങളും സ്വന്തമായിട്ട് പറയാൻ ഒന്നുമില്ല, എല്ലാവരും പോയി. നമ്മൾ ഈ സീതാമ്മക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കുളിക്കാനൊക്കെ പോകാറുണ്ട്. അതൊന്നും ഇല്ല ഇപ്പോൾ. എന്താ പറയുക, അങ്ങനെ സംഭവം ഇല്ല. എല്ലാം ഒലിച്ചു പോയി. ദാരുണമായിട്ടുള്ളൊരു കാഴ്ച. സ്ഥലമില്ല, ചൂരൽ മല എന്ന സ്ഥലമില്ല, രണ്ടും ഇല്ല. എല്ലാം ഒലിച്ചു പോയി. എല്ലാത്തൊരു സങ്കടപ്പാടാണ്. ഇപ്പോൾ വയനാട്ടിലാരും എന്താ പറയുക, എല്ലാവരും ഇവിടത്തേക്കാണ് ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവും എല്ലാവരും. ആരും വെറുതെ ഇരിക്കുന്നില്ല. എല്ലാവരും അവരാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനായി ഇരു കൈയും മെയ്യും മറന്നുകൊണ്ട് ആളുകൾ മുണ്ടക്കയത്തേക്ക് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 45 റിലീഫ് ക്യാമ്പുകളാണ് വയനാട് ജില്ലയിൽ തുറന്നിരിക്കുന്നത്. അതിൽ 3000-ലധികം ആളുകളെ അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സേനയിലുള്ള നിരവധി ആളുകൾ രക്ഷാപ്രവർത്തനത്തിനിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇത് സേനയുടെ റിലീഫ് ക്യാമ്പാണ്. അവർ താമസിക്കുന്ന സ്ഥലമാണിത്. നമുക്കവരുടെ വാഹനവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. നിരവധി ആളുകളാണ് ഇവിടത്തേക്ക് സേനയിലുള്ള ആളുകൾക്കായിട്ട് ഭക്ഷണവും വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളുമൊക്കെ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 400-ൽ-അധികം ആളുകൾ സേനാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ റിലീഫ് ക്യാമ്പിൽ താമസിക്കുന്നുണ്ട്. മേപ്പാടിയിലുള്ള മൗണ്ട് ടാബോർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണിത്. ഇത് സേനയുടെ ദുരിതാശ്വാസ ക്യാമ്പാണ്. അവർ താമസിക്കുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്തേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് സേനയ്ക്കായിട്ടുള്ള ആവശ്യ സാധനങ്ങളായിട്ട് നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. ഞാൻ നേരത്തെ വന്ന വണ്ടിയിൽ നമ്മൾ കൊണ്ടുവന്നത് പായാണ്. അതവർക്ക് കിടക്കാനായിട്ടുള്ള ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്ന നിരവധി പായകളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.